കാന്താരി ഇട്ടാൽ സൂപ്പർ ആയിരിക്കും അല്ലേ? കാന്താരിയുടെ സെറ്റാണ് ഇതിനെക്കാട്ടി ചെറുക്കും നല്ല രീതിക്ക്. മോരും വെള്ളം ഉണ്ടോ? നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ. സോഡ നാരങ്ങ. ക്യാമറ ശാലുവാണോ? ആ ഇല്ല ഓഫാ. ചുമ്മാ ജസ്റ്റ് പോകുന്ന വഴിയൊക്കെ വീഡിയോ എടുത്ത് ചുമ്മാ. ഞാൻ ഇപ്പോൾ വർക്കല പോയിട്ട്. സ്ഥലം ഇവിടെ ടെക്നോ പാർക്കിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നത്. ടെക്നോ പാർക്കിൻ്റെ അവിടെ. കൊല്ലം. കൊല്ലം ചവറ. ഓഫായിരുന്നു. കാന്താരിയോ? മുളകിട്ട് സംഭവം അത് ഇതുവരെ എത്തിയിട്ടില്ല. 2-3 ദിവസമായി. അത് ഓർഡർ ചെയ്യും. അതാണ് ഹൈലൈറ്റ്. ഏറ്റവും കൂടുതൽ അതാണ് പോകുന്നത്. കാന്താരി സോഡ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ? നമ്മൾ ഉണ്ടാക്കുന്നതന്നെ. പക്ഷെ നമ്മൾ ഈ സാധനം അവിടെ നിന്ന് വരുത്തിയിട്ടേ നമ്മൾ പിന്നെ ഇടിച്ച് ചതച്ച് ചേർക്കും ഒറിജിനൽ കാന്താരി. ഇപ്പം ചൂട് സമയമുണ്ട്, ഒത്തിരി വെള്ളം പോകുമല്ലേ? ഏറ്റവും കൂടുതൽ ഇതാണ് വെള്ളമാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ആ കുലുക്കിയൊക്കെ ഉണ്ടോ അവിടെ? ആ മോരും വെള്ളം കൂടെ വേണമായിരുന്നു. നമ്മൾ ആ മോരും വെള്ളം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കില്ല. ആ 3 ഐറ്റം 4 ഐറ്റം ഉണ്ട്. സോഡ സർബത്തുണ്ട്, കുലുക്കി സർബത്തുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, ലെമൺ സോഡയാണ്. സ്ട്രോ എടുത്തു. ചെറിയ രീതി വേഗം ഓക്കെ അല്ലേ? കൊള്ളാം. എന്നിട്ട് ബംഗാളി കണക്ക് തോന്നിയ ഇക്ക മലയാളിയാണ്. മലയാളവും അറിയാം, ഹിന്ദിയും അറിയാം. ഇത് വീടായിരുന്നോ? ഓ എൻ്റെ ഇവിടെ ആ ആറിൻ്റെയൊക്കെ വികസനം ബന്ധപ്പെട്ട് റിച്ച് ചെയ്തപ്പോഴത്തേക്കും ഇടിഞ്ഞൊക്കെ പോകുന്നു. സ്ഥലം മാറി, ഗവൺമെൻറ് എടുത്ത സ്ഥലം. നിങ്ങൾക്ക് വേറെ തന്നോ സ്ഥലം? 10 ലക്ഷം രൂപ. എത്ര സെൻറ്റ് സ്ഥലം ഇത്? മുമ്പത്തെ പ്രമാണമൊക്കെ ഇവിടെ മുമ്പ് ഭയങ്കര വർഗീയതൊക്കെ ആയിരുന്നു, തീവെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് പ്രമാണം എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ 10 സെൻറ്റിന് തന്നോ? 10 ലക്ഷം. 10 ലക്ഷം രൂപ. എത്ര സെൻറ്റിന്? ഇത് അങ്ങനെ സെൻറ്റായിട്ടുള്ളതൊന്നുമില്ല. സെൻറ്റായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഉണ്ട്. ഇതൊക്കെ ഫുൾ എൻ്റെ കൃഷിയായിരുന്നു. എല്ലാം പോയി. കിഴങ്ങ്, വാഴ, ബാക്കി കിടാൻ നിൽക്കി നോക്കാം. ഇപ്പം വീട് ഞാനിപ്പോൾ വീട് വേറെ അപ്പുറത്തെ ഇതാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ അഡ്വാൻസ് കൊടുത്ത് വെച്ചേക്കുന്നത്. വൈഫ് ഹൗസ് ഇവിടെ താമസം. വൈഫ് ഹൗസിലല്ല, വൈഫ് ഹൗസിൻ്റെ ഇപ്പുറത്ത് നമ്മളൊരു ഇതായിട്ട് കെട്ടി സെറ്റപ്പ് ചെയ്ത് അവിടെ വൈഫ് ഹൗസിലേക്ക് കിടക്കുന്നത് മോശമില്ല. എനിക്കത് ഉറക്കം വരില്ല. ഞാൻ കൊണ്ടുപോയപ്പോൾ കണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പോണായിരുന്നു. അവിടെ ഒരാൾ കാത്തിരുന്നു, കസ്റ്റമർ. കാന്താരി ഇട്ടാൽ സൂപ്പർ ആയിരിക്കും അല്ലേ? കാന്താരിയുടെ സെറ്റാണ് ഇതിനെക്കാട്ടി ചെറുക്കും നല്ല രീതിക്ക്. ചൂടെങ്ങനെയുണ്ട്? രക്ഷയില്ല, കൂടി വരുക. ഇനി നല്ല മഴ വരണം.
മഴ പെയ്ത് കഴിഞ്ഞാൽ ഭൂമി തണുക്കുന്ന രീതിക്ക് പെയ്യണം. ചാറിയൊന്നും പെയ്താൽ പിറ്റേ ദിവസം ഇറങ്ങാൻ പറ്റത്തില്ല. എന്താ പൊന്നോ, ഒരു അവിച്ചൂറ്റിയ കോഴിയല്ല, അതേ കണക്കാണ് മനുഷ്യന്റെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊന്നും കുടിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി വരും. 40 വയസ്സേ ഉള്ളൂ. സാധാരണ രാവിലെ എൻ്റെ അടുത്ത് നടന്നിട്ട് പോയി കുഴഞ്ഞു മരിച്ചു. നടന്നിട്ട് പോയി സംഭവം ആള് ക്ഷീണമൊന്നും അറിയത്തില്ല. നമ്മൾ അറിയുന്നതിന് മുമ്പ് നടന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. നടന്ന് മുമ്പോട്ട് പോയത് കുറച്ച് അങ്ങോട്ട് തന്നപ്പോൾ നടക്കും കുഴഞ്ഞങ്ങ് വീണ് സംഭവം ആളങ്ങ് തീർന്നു. എത്ര കേട്ടോ? 25. മനുഷ്യന്റെ അവസ്ഥ ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇടയ്ക്ക് വാക്സിനൊക്കെ അടിച്ച് ഉള്ള ശക്തിയും പോയി കിടക്കുക. ശരി ഏട്ടാ. ഗൈസ്, എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ തുടങ്ങിയപ്പം പുള്ളി ക്യാമറ ഓൺ ആണെന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ക്യാമറ ഓഫായിരുന്നാണ് വിചാരിച്ചത്. പിന്നീട് ഒന്ന് റെക്കോർഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ ടൈമിൽ ക്യാമറ ഓൺ ആണെന്നുള്ളത് മനസ്സിലായത്. പക്ഷേ പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം. ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം ഞാൻ വീണ്ടും സംസാരിച്ചായിരുന്നു. അപ്പം അത് ഞാനൊരു കള്ളം പറഞ്ഞ പോലെ എനിക്കൊരു തോന്നി. നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ അത് ഇപ്പോൾ പറഞ്ഞത്. സോ ഇനിയുള്ള വീഡിയോസിൻ്റെ ഏറ്റവും അവസാനം ഒരു നന്മയുള്ളൊരു മനുഷ്യൻ്റെ കരങ്ങളും കൂടെ കാണാം. സോ അതിനിടയ്ക്ക് എൻ്റെ കുറച്ച് പോകുന്ന വഴിക്കുള്ള കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. സോ ഓക്കെ, ഇപ്പോൾ ഇത് എൻ്റെ ഈ റോഡിലുള്ള എൻ്റെ യാത്രകളിലെ കുറച്ച് ഭാഗങ്ങളായിരിക്കും ഇനിയുള്ള കുറച്ച് നാളത്തേക്ക് വീഡിയോസ് വരുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 ആയിട്ട് കരുതുക. സോ ഓക്കെ, അതിനുശേഷം കുറച്ച് ആ ഒരു നല്ല മനുഷ്യൻ്റെ കാര്യങ്ങളും കൂടെ കാണിച്ചിട്ട് എൻ്റെ കുറച്ച് പാട്ടും കൂടെ കേട്ടിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ തീരുന്നത്. അപ്പം വീഡിയോയുടെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. வாழ்வே நீயே தண்டித்தாய், சரிபாதி சரிபாதி நீதாய சரிபாதி. என் மனசில் நீதான் நினைவிருப்ப. உன்னோட கண்ண கவலை வேண்டாம், உன்னோட கை